നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു വിഷയം അറിയിക്കാനായിട്ട് വന്നതാണ്. ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ കണ്ടൊരു വീഡിയോ ആണ്. റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഗോപൻ സ്വാമിയുടെ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്ന രീതിയിലേക്ക് അതൊരു വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി വളർത്തുമെന്നൊക്കെയാണ് മകൻ പറയുന്നത് കേട്ടോ. നമ്മളിത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്നാണ് ഞാൻ ഈ ചിന്തിക്കുന്നത്. പൂർണ്ണാർത്ഥത്തിൽ ഇതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. അല്ലെങ്കിലും നമ്മൾ ഇതിനു മുമ്പേയും തീർത്ഥാടന കേന്ദ്രമാക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത് ഇപ്പോഴ് കുറച്ചുകൂടെ അത് ഭക്തർ വരും. തീർച്ചയായിട്ടും ഭക്തരൊക്കെ വരും. ഒരാൾ മരണപ്പെട്ടിട്ട് അയാളെ സമാധി എന്ന പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് അത് വലിയൊരു ക്ഷേത്രമാക്കി മാറ്റുന്ന ഒരു പ്രവണത, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ ആളുകളുണ്ട്. തലയിൽ ചകരിച്ചവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ആളുകളെ ചെയ്യുള്ളൂ. അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുണ്ട്. പ്രതികൂലിക്കുന്ന ആളുകളാണ് കൂടുതലും. എനിക്ക് അനുകൂലിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇത്തരം ദുരാചാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം മണ്ടൻ വിശ്വാസങ്ങളെ ഒരിക്കലും ആരും കൂട്ടുപിടിക്കരുത്. ഇതിന് അവർ കണ്ടെത്തിയൊരു വഴി. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു, ഇത് അവരുടെ ഒരു തന്ത്രമാണെന്നുള്ളൊരു പറഞ്ഞിട്ടൊരു വീഡിയോ. സത്യം അതാണെന്ന് എനിക്കിപ്പോഴും നമ്മളല്ലെ ഈ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതാണ് സത്യം എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം ഇവർ ഈ ചെയ്യുന്ന ഓരോ പരിപാടികളും അല്ലെങ്കിൽ ഓരോ പ്രഹസനങ്ങളും അതിനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. എനിക്കിതിന് എന്താണ് കൂടുതൽ പറയണമെന്ന് അറിയില്ല. നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് അറിയിക്കുക കേട്ടോ. എന്തൊക്കെ തരം പ്രഹസനങ്ങളാണല്ലേ ഈ കേരളത്തിലൊക്കെ നടന്നു വരുന്നത്. ചുമ്മാ അല്ല വിവേകാനന്ദൻ ഈ രീതിയിലൊക്കെ നമ്മുടെ കേരളത്തെ പറ്റി പറഞ്ഞ് കേരളം ഒരു ഭ്രാന്താലയമാണെന്നുള്ളത് കണ്ടറിയാം എന്തൊക്കെയാണ് ഇവിടെ നടക്കുക എന്നുള്ളത്.